ആരും മതി, നിർത്തിക്കേ. ഇതിപ്പോ എത്രാമത്തേന്ന് വെച്ചിട്ടാ? ഇല്ലടി, എനിക്ക് സങ്കടമുണ്ട്. 6 മാസമായി എന്ന് പറഞ്ഞാൽ അരവർഷം. എന്നിട്ടും ഞാൻ എത്ര വിചാരിച്ചിട്ടും എനിക്കൊന്നും മറക്കാൻ പറ്റുന്നില്ല. ഇന്നെങ്ങനെയെങ്കിലുമൊക്കെ എനിക്കത് മറക്കണം. എന്തൊക്കെയാടാ നീ പറയുന്നേ? ഇങ്ങനെ കുടിക്കുന്ന നീ ആർക്ക് വേണ്ടിയാ? എടാ, ഇത് നിന്റെ ഹെൽത്തിന് തന്നെയാ ദോഷാവുന്നേ. പോട്ടെ, ഹെൽത്ത് എല്ലാം നശിച്ചു പോട്ടെ. ഇനി ഞാൻ ഇതൊക്കെ ആരെ കാണിക്കാനാ? മതി, മടുത്തടി. മതി മതി ഇവിടെ ഇരുന്നത്. ആരും എണീറ്റേ, നമുക്ക് പോവാം. ഇവനെ കൊണ്ട് ഓരോ വള്ളിക്കേസും പിടിച്ചോണ്ട് വരും, പിന്നെ ഇതിന് സങ്കടം പറിച്ചില്ല. ദിയ, നീ ഒന്ന് ആലോചിച്ച് നോക്കണേ. 6 മാസം മുമ്പ് വരെ ഞാൻ എന്തൊരു ഹാപ്പി ആയിരുന്നു. എന്നിട്ട് ഇപ്പോഴോ ഇത്രയും ഗതികെട്ടവരായിട്ട് ഈ ലോകത്ത് വേറെ ആരെങ്കിലും നിനക്കറിയോ? ആരും, നീ 6 മാസത്തിന്റെ കണക്കൊന്ന് വിടുന്നുണ്ടോ? നാളെ തൊട്ട് നമുക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലടി, അതൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാനേ പറ്റില്ല. ഹലോ, ഗുഡ് മോർണിംഗ് പൊന്നെ. എണീറ്റില്ലേ നീ? എണീക്കുക. നീ എണീറ്റോ? റെഡിയായോ? ആ, ഞാൻ എണീറ്റ് റെഡിയായി. നീ വേഗം എണീറ്റിട്ട് സ്കൂളിൽ പോകാൻ നോക്കിട്ടോ. ആ, എന്നാ ബൈ. ശരി എന്നാ. ആരു പതിവ് കിട്ടിയില്ല. സിയാൻ, ഓ സ്കൂളിൽ പോവാൻ നോക്ക്. ഓക്കെ, ശരി എന്നാ. പോട്ടെ ബേബി, വന്നിട്ട് കാണാം. ഇവന്റെ ഒരു കാര്യം. ഓ, ഇത്രയും ടൈമായോ? ഇപ്പൊ അവള് വിളിച്ചോണ്ടിരിക്കല്ലോ. ദൈവമേ, വേഗം എണീറ്റ് പോവാ. ഇന്നും ലേറ്റ്. എടാ, നിനക്ക് ക്യാമ്പിനെങ്കിലും കുറച്ച് നേരത്തെ വന്നൂടെ? 2 മാസം കൂടെ കഴിഞ്ഞ് ഇതങ്ങ് കഴിഞ്ഞിട്ടോരോ നാലഞ്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അവർ ലേറ്റ് ആയി വരുന്നത്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങേരുടെ വായിലിരിക്കുന്ന ഫുള്ള് കേട്ടില്ലേ? അതെ അതെ, ഫസ്റ്റ് ഡേ തന്നെ ക്യാമ്പ് നല്ല രീതിക്ക് മൂഞ്ചി വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ബാക്കിയുള്ളവരുടെ അവസ്ഥയൊക്കെ എന്താണാവോ? നീ അത് വിട്. ഈ അവസ്ഥ ഇവിടെ നമുക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതല്ലേലും അങ്ങനെയാണല്ലോ. ഇനിയിപ്പോ ഓവറൊന്നും പ്രതീക്ഷിച്ചിരുന്നിട്ട് യാതൊരുവിധ കാര്യമില്ലല്ലോ. നീ ബാ, നമുക്ക് പോയി വല്ലതൊക്കെ മുണുങ്ങാം. ആയി ശരിയാ, ഒടുക്കത്തെ വിശപ്പ്. രാവിലെ എണീറ്റ് വന്നോണ്ടാ തോന്നുന്നു. പിന്നെ പറയണം മിസ്റ്റർ ആരവ് ശർമ്മ, താങ്കളുടെ പ്രണയമൊക്കെ എങ്ങനെ പോകുന്നു? അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് പോകുന്നു മാഡം. അറിഞ്ഞതിൽ സന്തോഷം. നമുക്കൊന്നും മരുന്നിന് പോലും ഇവിടെ ആരുമില്ല. ഉണ്ടാവണേലേ ആരെയൊക്കെ നോക്കണം. പിന്നീടി ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് സിയാനെ കാണാൻ പോണം. സോ നീ ഇന്ന് ഹോസ്റ്റലിലേക്ക് ഒറ്റയ്ക്ക് വെക്കോ, ഞാൻ കൊണ്ടുവിടൂല. ഓ, ഇപ്പൊ ഞാൻ ആരായി? സാരല്ല, നടക്കട്ടെ. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാവേ. ഡാ, എനിക്ക് പോണം. ഇന്ന് ഇനി പോണ്ടായിരുന്നു, നാളെ പോവാ. അത് ശരിയാവൂല സിയാൻ, നാളെ എനിക്ക് ക്ലാസ് ഉള്ളതല്ലേ. ക്ലാസ് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ? നാളെ എന്നാ ലീവാക്ക്, ഞാനും ലീവാക്കാം. ഷേ, എന്തുവാ ഇപ്പൊ എന്റെ പൊന്നിന് വേണ്ടേ? ആരു മതിയായില്ലായിരുന്നു. അപ്പൊ നീ പോവാ? അയ്യടാ, ആ ഞാൻ പോവാ. നിനക്ക് എന്നോട് സ്നേഹമില്ലല്ലോ, എന്നാ പൊക്കോ. അച്ചോടാ, അങ്ങനെ പറയല്ലേ. നമുക്കിനിയും ഉണ്ടല്ലോ ലൈഫ്. ആ, ഓക്കെ ഓക്കെ, ഇനി നിന്ന് ലേറ്റ് ആവണ്ട, നീ ചെല്ല്. നോക്കാരു, നല്ല സ്ഥലമല്ലേ? എന്തൊരു നിശബ്ദത, ആരുമില്ല. അല്ല, ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ. ആ സ്ഥിതിക്ക് ആരുമില്ല. ആ സ്ഥിതിക്ക് ഒന്നുമില്ല. എന്റെ ദൈവമേ, ഇത്ര അൺറൊമാൻറ്റിക് ആയിട്ടുള്ള ഒരുത്തനെയാണല്ലോ നീ എനിക്ക് തന്നത്. അയ്യടാ, അവന്റെ ഒരു റൊമാൻസ് ഫ്യൂച്ചറിനെ പറ്റി തീരുമാനിക്കാർക്കാ. പറയടാ. സാറ്റർഡേയോ? ഞാൻ ഫ്രീ ആണല്ലോ. ഓ, സെറ്റാക്കാം. ആടാ, സെറ്റാക്കാം. എന്തായാലും വരും. ഓക്കെ, ശരി, ബൈ. ആരാടാ വിളിച്ചേ? ആ, അതെന്റെ സോളുവാടാ. സോളു? യാ, സോൾമേറ്റ്.
അല്ല ആരവേ, നമ്മള് സാറ്റർഡേ അല്ലായിരുന്നു ഒരു ഡേറ്റ് പ്ലാൻ ചെയ്തിരുന്നേ. ഇതിപ്പോ അവന്റെ അമ്മേന്റെ ബർത്ത്ഡേ എന്നാണല്ലോ ഈ പറയുന്നേ. അത് കുഴപ്പമില്ല, സോൾമേറ്റിന്റെ അമ്മേന്റെ ബർത്ത്ഡേ അല്ലേ, വിളിച്ചല്ലേ, നീ ചെല്ല, നമുക്ക് വേറെ ദിവസം ഡേറ്റ് പ്ലാൻ ചെയ്യാം. ആരു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ലടാ. അപ്പോ ഞാനല്ലേ അവന്റെ സോൾമേറ്റ്? ഈ ബോയ് ഫ്രണ്ട് ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞ സോൾമേറ്റിനെ പോലെയൊക്കെ തന്നെയല്ലേ? എന്നാലും അതാരാ? അവൻ ഇതുവരെ ആ സോൾമേറ്റിന്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടുമില്ലല്ലോ. എന്തുവാലേ 3.5 മണിക്കൂർ ഒരു സബ് തന്നെ. ഉഫ്, എനിക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് വട്ടായി പോയിരുന്നേനെ. ആരു, നീ എന്തായി ആലോചിക്കുന്നത്? ഏയ് ദിയ, ഈ സോൾമേറ്റ് എന്ന് പറഞ്ഞ എന്താ? സോൾമേറ്റ്, സോൾ എന്ന് പറഞ്ഞ ആത്മാവ്. ആ, ആത്മമിത്രങ്ങൾ. എന്തേ? ഓ എടി, അത് പാർട്ട്നേഴ്സിന്റെ ഇടയ്ക്കുള്ള ഒരു സംഭവം അല്ലേ ഈ സോൾമേറ്റ്. നിനക്ക് ഇത്രയും വിവരം ഇല്ലാണ്ടായി പോയോ? ആ, നീ അങ്ങനെ പറ. ഇപ്പഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. ശരിയാടാ. പിന്നെ എനിക്ക് സോൾമേറ്റ് ഇല്ലാതെ കൊണ്ട് ഓവർ സീനില്ല. നിനക്കൊക്കെ ഒരെണ്ണം ഉണ്ടായിട്ട്. അങ്ങനെയൊന്നും അല്ലടി, വേറെ സീനുണ്ട്. അവന് വേറെ ഏതോ സോൾമേറ്റ് ഉണ്ട് പോലും. വേറെ സോൾമേറ്റാ? അല്ല എടാ, അപ്പൊ നീയല്ലേ? നീ എന്തൊക്കെയാ പറയുന്നേ? നീയല്ലേ അവന്റെ സോൾമേറ്റ്, അവനല്ലേ നിന്റെ സോൾമേറ്റ്. ആ നീ അത് വിട്, നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. സിയാൻ, ഞാൻ നിന്റെ ആരാ? അത് നിനക്കറിയില്ല? നീ നീ എന്റെ ബോയ് ഫ്രണ്ട്. ബോയ് ഫ്രണ്ട്? അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞാലോ? കുറച്ചുകൂടെ കഴിഞ്ഞ യു ആർ മൈ ഹസ്ബൻഡ്. അപ്പോ നിന്റെ ആ സോൾമേറ്റോ? ഏയ്, അവൻ അവൻ എന്റെ ഫ്രണ്ട് അല്ലേ. അവനെ പോലെ ആണോടാ നീ എനിക്ക്? നീ എന്റെ ലൈഫ് പാർട്ട്ണർ അല്ലേ. പിന്നെ ഞാൻ നിന്റെ മാത്രാണ്. ആൻഡ് യു ആർ ഓൺലി മൈൻ. നമ്മൾ ഇന്ന് കണ്ടതാണല്ലോ, പിന്നെന്താ ഇപ്പൊ ഒരു വിളി? എന്താ, എനിക്ക് എന്റെ ചെക്കനെ വിളിച്ചുകൂടാ? അയ്യോ, അതിനെന്താ, വിളിക്കാലോ. ഞാൻ വെറുതെ ചോദിച്ചല്ലേ നിന്നോട്. ആരു, ഞാൻ വിളിച്ചാ നീ ഇറങ്ങി വരൂ? പിന്നെന്താ, നീ ഇപ്പൊ തന്നെ വിളി. നാളെ ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് ബാഗിൽ കുറച്ച് ബുക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് 2 ഡ്രസ്സും കുത്തിക്കയറ്റി നിന്റെ കൂടെ ഞാൻ വരാം. എന്തേ? ശേ, അതല്ലടാ. ഞാനൊരു ജോലിയൊക്കെ ആയി എവിടെയെങ്കിലും വെൽ സെറ്റിൽഡ് ആയിട്ട് നിന്നെ വന്ന് വിളിച്ചാ നീ അപ്പൊ എന്റെ കൂടെ ഇറങ്ങി വരുമോന്ന്? ഞാൻ വരുമല്ലോ, നിന്റെ കൂടെ എവിടേക്കാണേലും ഞാൻ വരും. അപ്പോ നിന്റെ വീട്ടുകാര്? എനിക്കറിയാം, വീട്ടുകാര് മാത്രല്ല ഈ സൊസൈറ്റി വരെ ഒന്നും അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ നമ്മളാണെങ്കി ഇപ്പൊ ചെറിയ പിള്ളേരും കൂടെയാ. പക്ഷെ നിന്നോട് എനിക്കുള്ള സ്നേഹം അത് ആത്മാർത്ഥമാണ്. സോ നീ എവിടേക്ക് വിളിച്ചാലും ഞാൻ വരും. അതിപ്പോ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം. നീ അല്ലാതെ ഇനി ഒരാളും എന്റെ ലൈഫിൽ ഉണ്ടാവില്ല ആരും. സിയാൻ, നീ എന്താ ഞാൻ വിളിച്ചിട്ട് കോൾ എടുക്കാത്തെ? എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു? ബിസിയോ? ആ, ഇന്നത്തെ സംസാരം കഴിഞ്ഞ ആരു, എന്നാ പിന്നെ നമുക്കങ്ങ് പോയാലോ? എടി, അവൻ ഭയങ്കര ബിസിയാണ്, സംസാരിക്കാനൊന്നും ടൈമില്ല. ഇപ്പൊ എത്രയായെന്നറിയാം അവൻ എന്റെ അടുത്ത് മര്യാദക്കൊന്ന് സംസാരിച്ചിട്ട്. ഏ, ബിസിയോ? അപ്പോ ഇപ്പൊ നീ സംസാരിച്ചോണ്ടിരുന്ന ആരോടാ? ഇപ്പൊ ഞാൻ സംസാരിച്ചോണ്ടിരുന്നത് അവനോട് തന്നെയാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും അവനെ വിളിച്ചത്, അപ്പത്തേനും അവൻ പറഞ്ഞു അവൻ ബിസിയാണ്. എന്നിട്ട് കോള് കട്ട് ചെയ്തു. ഇപ്പൊ എന്റെ അടുത്ത് മര്യാദക്ക് മെസ്സേജ് പോലും അയക്കുന്നില്ല, അറിയോ? അതിലപ്പോ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ ബിസി ആയിരിക്കുമടാ. നിന്നെ വിളിക്കുമായിരിക്കും. എന്നിട്ട് നിങ്ങളങ്ങ് സംസാരിക്കുമ്പോ സെറ്റ് ആയിക്കോളുന്നേ. ഇതൊക്കെയുണ്ട്, വാ നമുക്ക് പോവാം. നീ എവിടെയായിരുന്നു സിയാൻ ഇത്രയും ദിവസം? എത്ര മെസ്സേജ് ഞാൻ അയച്ചു, എന്തോരം തവണ വിളിച്ചു. നീ എന്തോ ഒന്നിനും ഒരു റിപ്ലൈ പോലും തരാതെ. ആരും, എന്താ നിന്റെ അവസ്ഥ? സുഖല്ലേ? എനിക്ക് സുഖമൊക്കെ തന്നെ. നിന്റെ വിവരമൊന്നും ഇല്ലല്ലോ. നിനക്ക് സുഖാണോ? എന്താ സ്ഥിതി? അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ എന്തൊക്കെയാ നിന്റെ വിശേഷങ്ങള്? സിയാൻ, നീ എന്താ ഇതൊരുമാതിരി സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന പോലെ? എടാ, നിനക്ക് എന്താ പറ്റിയേ? ആരും, ഞാനിപ്പോ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതെന്ന് സത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇനിയും നിന്നോട് പറയാതെ ഇരിക്കാനും പറ്റില്ല. എന്താടാ, നീ കാര്യം പറയേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഞാനില്ലേ നിനക്ക്? അതല്ലടാ, ഇപ്പോ നമ്മൾ തമ്മിൽ കുറെ ഡിസ്റ്റൻസ് വന്നു. പിന്നെ എനിക്കിപ്പോ നിന്നോട് പഴയ പോലത്തെ ഫീലിങ്സ് ഒന്നും അങ്ങനെ തോന്നുന്നില്ലടാ. സോ 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 ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. എനിക്ക് വയ്യടാ.
ഇനിയും നിന്റെ ജീവിതം കൂടെ. ആരു നീ എന്തായി ആലോചിക്കുന്നേ? എടാ അത് നീ വിട്, കഴിഞ്ഞതല്ലേ എല്ലാം. എല്ലാം കഴിഞ്ഞതാ. പക്ഷെ അവനെ ഞാൻ ഇത്ര സ്നേഹിച്ചിരുന്നെന്ന് എനിക്കിപ്പോഴാ മനസ്സിലാവുന്നത്. എടാ നീ ഒന്ന് മനസ്സിലാക്ക്, ഈ പ്രേമം എന്ന് പറഞ്ഞാലേ ഇങ്ങനെയാ. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാനായിരുന്നെങ്കിൽ എന്തിനാടി അവൻ ഒരു വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ എത്ര പ്ലാനിങ്സ് നടത്തിയിട്ടുണ്ടെന്ന് അറിയാം നിനക്ക്. ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് പ്ലാനിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അവൻ തന്നെ എല്ലാം. ഡാ നിനക്ക് ഞാനില്ലേ, ഇനി നിന്റെ ലൈഫിൽ ആ ചാപ്റ്റർ വേണ്ട, അതങ്ങ് ക്ലോസ് ചെയ്തേക്ക്. നാളെ നമ്മുടെ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. നമ്മൾ രണ്ടുപേരും പുതിയ ആൾക്കാരായിട്ട് വേണം അവിടെ കയറി ചെല്ലാൻ. ഞാൻ പറയുന്നത് എന്തെങ്കിലും നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ആദ്യ ഇനി ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയില്ല. നമുക്ക് നാളെ കാണാം. ഇപ്പൊ ഏതായാലും ഇത്രയും ടൈം ആയില്ലേ. ഗുഡ് നൈറ്റ്. നീ ചെല്ല്, നമുക്ക് നാളെ കാണാം. ഇവിടെ നമ്മുടെ ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ദിയ? ആണല്ലോ. ഇപ്പോ നമ്മളെ അറിയാവുന്നേ നമുക്കറിയാവുന്നതായിട്ട് ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പുതിയതാണ്. സോ ഇവിടെ വെച്ച് നമ്മൾ ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ കോളേജ് ലൈഫ്. അല്ല പിന്നെ, അതുകൊണ്ട് നമുക്കിനി ഫുൾ ചില്ലായിട്ടിരിക്കാം. ഇനി ഒരു പ്രശ്നവുമില്ല, ഫുൾ ഹാപ്പി. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി നീ ക്ലോസ് ചെയ്ത ചാപ്റ്റർ ഞാൻ പിന്നെ കുത്തി തുറക്കാമെന്ന് വിചാരിക്കണ്ട. ഏയ് എന്താ പറ. ആരു സിയാൻ ആയിരുന്നില്ലടാ നിന്റെ സോൾമേറ്റ്. നീ ഇവിടെ തപ്പി നോക്ക്, ഡെഫിനറ്റ്ലി നിനക്ക് കിട്ടും. നീ ആ പറഞ്ഞത് എനിക്കിഷ്ടായി. അല്ലെങ്കിലും ഇത്രയൊക്കെ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാള് അത് നീ മാത്രമേ ഉള്ളൂ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓ അപ്പൊ ഞാൻ പറഞ്ഞത് നീ കോമഡി ആയിട്ട് എടുത്തേ? വേണേ മതി. ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് പറയുമ്പോ പോടാ പോടാ ബെസ്റ്റ് ഫ്രണ്ട് പോലും. അയ്യേ നീ ഇങ്ങനെ പെണങ്ങല്ലേ. നീ പറഞ്ഞ എല്ലാം ഞാൻ സീരിയസ് ആക്കി എടുത്തു. പോരെ നമുക്ക് നോക്കാന്നേ. രണ്ട് ഫ്രഷേഴ്സ് അല്ലേടാ നിക്കുന്നത്, അവരിങ്ങോട്ട് വിളിച്ചേ. ഹേയ് ഒന്നിങ്ങ വന്നേ. അവരെ വിളിക്കുന്നേ നമ്മളെയാണോ? ആണോ? ആ നിങ്ങളെ തന്നെ. ഇങ്ങ പോര്. എന്താ ചേട്ടാ വിളിച്ചേ? ഒന്ന് പരിചയപ്പെടാൻ. എന്താണ് വിളിച്ചപ്പോ വരാൻ ഇത്ര മടി? നിങ്ങളെന്താ കപ്പിൾസ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ഏയ് വി ആർ നോട്ട് കപ്പിൾസ്, വി ആർ ഫ്രണ്ട്സ്. ഓഹോ, ഏതോ പരിഷ്കാരിയുടെ മോളാ തോന്നടാ. ഇംഗ്ലീഷ് ഒക്കെ വരത്തുള്ളൂ. അയ്യോ അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ, ഞങ്ങള് ഫ്രണ്ട്സാ. എന്താണ് രണ്ടുപേരുടെ പേര്? എന്താ ഇത്, റാഗിങ്ങോ? ഇവിടെ റാഗിങ് ഒന്നും അലോഡ് അല്ലല്ലോ, ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യും. നീയൊക്കെ ആരോട് കംപ്ലൈന്റ് ചെയ്യുന്നാടി പറയുന്നേ? ചേട്ടാ പ്ലീസ്, അതൊന്നുമില്ല. എന്റെ പേര് ആരവ്, ഇവളുടെ പേര് ദിയ, ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. വേറെ വല്ലതും അറിയണോ? ആരോ നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ഇവരോട് പറയുന്നേ? നമ്മളെന്താ ഇവരെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണോ? ഇവള് കൊള്ളാലോ. അല്ല എന്തിനാ ഇവിടെ വന്നേ? കോളേജിൽ എന്തിനാ ചേട്ടാ സാധാരണ ആൾക്കാർ വരാറ്? പഠിക്കാൻ. അതിന് തന്നെ ഞങ്ങളും വന്നേ. ഏയ് അങ്ങനെയല്ല, ഞങ്ങൾ ഇവരൊരു സോൾമേറ്റിനെ തപ്പി ഇറങ്ങിയതാ, അല്ലാണ്ട് പഠിക്കണം എന്നുള്ള ദുരാഗ്രഹങ്ങളൊന്നും ഞമ്മക്കില്ല. അല്ലേടാ ആരും? ദിയ ജസ്റ്റ് ഷട്ട് അപ്പ്. സോൾമേറ്റാ, അത് കൊള്ളാലോ. ആ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡാ മോനെ നീ ഇങ്ങ് വന്നേ. എന്താ ചേട്ടാ വിളിച്ചായിരുന്നോ? വിളിച്ചല്ലോ. ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ജസ്റ്റ് റൈറ്റ്? യെസ്, യു നോ മീ? നോ. നിന്നെ അവിടെ ആരെങ്കിലും റാഗിയതില്ലേ, അപ്പൊ നീ എന്റെ പേര് പറഞ്ഞ് കേട്ടു, അതുകൊണ്ട് വിളിച്ചതാ. പക്ഷെ നിന്നെ വിളിച്ചത് വേറൊരു കാര്യത്തിനാ. നിനക്ക് ഞങ്ങളൊരു സോൾമേറ്റിനെ അങ്ങോട്ട് തന്നാ അംഗീകരിക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? സോൾമേറ്റ്? പൊന്നു മോനെ ആരവേ, ഇത് നിനക്കിട്ടുള്ള പണിയാ. മിക്കവാറും ഇവരെ നിന്റെ തലയിൽ കെട്ടിവെക്കാനായിരിക്കും ഇവന്മാരുടെ പ്ലാൻ. ഇനിയിപ്പോ എന്താക്കും? ദേ നോക്ക്, ഇവൻ ഒരു സോൾമേറ്റിനെ അന്വേഷിച്ച് നടക്കുക. ചെറുക്കനാണെങ്കിൽ കാണാനും വലിയ കുഴപ്പമില്ല, നിന്നെയും കാണാൻ നന്നായിട്ടുണ്ട്. സോ നീ ഇവനെയും എടുത്തോ. എന്താ ആരവേ നിന്റെ അഭിപ്രായം? നിങ്ങൾ ഇവിടുത്തെ സീരിയസ് തന്നെയല്ലേ, അല്ലാണ്ട് സോൾമേറ്റ്സിനെ സെറ്റാക്കി കൊടുക്കുന്ന ബ്രോക്കർമാരൊന്നും അല്ലല്ലോ. സോറി ചേട്ടാ പ്ലീസ്. അതൊക്കെ രണ്ടാമത്തെ കാര്യം. ജസ്റ്റ് നീ എന്താ പറയുന്നേ? നിന്റെ അഭിപ്രായം പറ. എന്തഭിപ്രായം? ആരും ഇവിടെ ഒരു അഭിപ്രായം പറയണ്ട. ആരും നീ വന്നേ. എന്നാലും നിനക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു ദിയ അവരുടെ അങ്ങനെയൊക്കെ പറയാൻ? അതുകൊണ്ടല്ല അവര് ഏതോ ഒരു ജസ്റ്റിനെ എവിടെന്നോ തപ്പിപ്പറക്കി കൊണ്ടുവന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. സത്യമായിട്ടും എടാ, ഇത് ഇത്രയും വലിയ പ്രശ്നമൊന്നും ഞാൻ അമ്മച്ചിയാണെ അറിഞ്ഞിരുന്നില്ല. നിനക്ക് പ്രശ്നം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ ആരും?
ദേ കുരിപ്പേ, എന്റെ വായിലിരിക്കുന്ന നീ കേക്കല്. എന്തൊരു അവസ്ഥയാ ദൈവമേ. വാ, നമുക്കിവിടെ ക്യാൻറ്റീൻ എവിടെ തപ്പിട്ട് പോയി വല്ലതൊക്കെ കഴിക്കാം. സോറിടാ, ബാ നമുക്ക് ക്യാൻറ്റീനിൽ പോവാം. ആ ദിയ, നിങ്ങൾ ഇവിടെ കയറിയോ? അല്ല, ആരാ ഇവിടെ? ഹേ കാർത്തികേട്ടാ, അവൻ അങ്ങോട്ട് പോയത് കോഫി എടുക്കാൻ. ചേട്ടന്റെ ബ്ലോക്ക് എവിടാ? നിങ്ങളും എഞ്ചിനീയറിംഗ് അല്ലേ? നിങ്ങളുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള ബ്ലോക്ക്. ആണോ? എന്നാ പിന്നെ നമുക്ക് കാണാലോ. കാണാലോ. താൻ അവ വരുമ്പോ പറഞ്ഞേക്ക്. എനിക്കിപ്പോ പോയിട്ട് കുറച്ച് ദൂരത്തുണ്ട്. പിന്നെ കാണാം നമുക്ക്. ഓക്കെ ബൈ, ഞാൻ പറഞ്ഞേക്കാം. നീ ഇതാരെയാ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ? എടാ കാർത്തികേട്ടൻ ഇപ്പൊ ഇവിടെ വന്നിരുന്നു, അപ്പൊ അങ്ങോട്ട് പോയി. ഞാനതാ ചേട്ടനെ അങ്ങോട്ട് നോക്കിയത്. കാർത്തികേട്ടനോ? ആ, നമ്മുടെ സീനിയർ ആണല്ലോ അല്ലെ ഇപ്പൊ. എന്നിട്ട് പോയാ? എന്താ എന്റെ അടുത്ത് മിണ്ടാതെ പോയേ? ചേട്ടൻ എന്തോ ധൃതി ഉണ്ടെന്നടാ, നിന്നോട് പറയാൻ പറഞ്ഞു. ഹായ് ഗൈസ്, ഞാനും കൂടെ. ഓ വൈ നോട്ട്. പിന്നെ പറ ജസ്റ്റിൻ, ഫസ്റ്റ് ഇയർ ആണല്ലേ? ആ, ഫസ്റ്റ് ഇയറാ. നിങ്ങളും ഫസ്റ്റ് ഇയർ ആണല്ലേ? എന്താ പേര്? എന്റെ പേര് ദിയ ആൻഡ് ഹീസ് ആരവ്. ഹായ് ആരവ്. അപ്പോ ഇതായിരുന്നല്ലേ എന്റെ സോൾമേറ്റിന്റെ നെയിം? എടോ, ഫസ്റ്റ് ഓഫ് ഓൾ സോറി. അത് ഇവള് സീനിയേഴ്സിന്റെ അടുത്ത് വേണ്ടാത്ത എന്തൊക്കെ കയറി പറഞ്ഞോണ്ടാ അവര് തന്നോട് അങ്ങനെയൊക്കെ. ഇയാളതൊക്കെ വിട്ടേക്ക്. ഇറ്റ്സ് ഓക്കെ. ബട്ട് ഫസ്റ്റ് ഡേയിൽ നമ്മുടെ സീനിയേഴ്സ് എല്ലാരും കൂടെ എനിക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഒരു സോൾമേറ്റ് ആണല്ലോ താൻ. സോ എങ്ങനെ അത്ര പെട്ടെന്ന് വിട്ടുകളയുന്നേ? ഏ ഡാ, നീ ഇതെന്താ ഉദ്ദേശിക്കുന്നേ? അത് തന്നെ. ഏത് തന്നെയത്? ദിയ, എനിക്ക് പോണം. എനിക്ക് ക്ലാസ് പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് മെല്ലെ വന്നാ മതി. ഓക്കെ ബൈ. ഹേയ് സോൾമേറ്റ്, അങ്ങനെ അങ്ങ് പോവല്ലേ? അല്ലേ വേണ്ട, ഞാനും കൂടെ വരാം. ഓക്കെ ബൈ ദിയ, പിന്നെ കാണാം. ഇതിപ്പോ എന്താ? ഡാ ആരോ, ജസ്റ്റിൻ, എടാ ഞാനും. ഷേ, എന്നാലും അത്രയ്ക്ക് അങ്ങ് പറയണ്ടായിരുന്നുല്ലേടാ. ഇനിയിപ്പോ ആ ചെറുക്ക വല്ല സ്ട്രേറ്റും ആണെങ്കില് നമ്മളായിട്ട് ചുമ്മാ. ഷേ, നീ എന്തിനാടാ ഇപ്പൊ അതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നേ? അത് അവിടെ തീർന്നു. അവര് പോയപ്പോ എന്താ, നമ്മളാ സീൻ വിട്ടു. പിന്നെ സ്ട്രേറ്റ് ആണെന്ന് നോക്കി നടക്കുവാണല്ലോ. അതല്ലടാ, പറഞ്ഞതൊക്കെ കുറച്ച് കൂടിപ്പോയെന്നൊരു ഡൗട്ട്. എടാ, നമ്മളെ കഴിഞ്ഞ 2 വർഷമായിട്ട് എന്തോരം പിള്ളേരെ കഴിഞ്ഞാണ്. അതുപോലെ തന്നെ ഇവർക്ക് മാത്രം ഇത്ര പ്രത്യേകത ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ സീൻ വിടറാ, എന്തുവാ ഇത്? നിങ്ങൾ എന്തിനെ പറ്റിയാണ് കഴിച്ച് സംസാരിക്കുന്നേ? ഒന്ന് വന്നേ, നമ്മക്കൊണ്ട് ക്ലാസ് ഇട്ടാ. അല്ല പിന്നെ വാടാ, ക്ലാസ്സിൽ പോയി കിടന്നിട്ട് ഞാൻ ഉറങ്ങാം. ആരു, ശരിക്കും ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മാത്രമാണോടാ മനസ്സിലാവാത്തെ? ഒരിക്കലുമില്ല. എനിക്കും ഈ 2 ആഴ്ചയായിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല. ബട്ട് ആരു, നീ ഇത്രയും ടെൻസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ലടാ. നിനക്കത് പറയാം. കാര്യം ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ആളാണല്ലോ നീ. ഞാനാണല്ലോ കോർട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലടാ, ഞാൻ വേണമെങ്കിൽ നിനക്ക് എന്റെ പോസിറ്റീവ് സൈഡ് ഒന്ന് പറഞ്ഞുതരാം. ചിലപ്പോ ഇത് തന്നെയാണെങ്കിലോ നമ്മൾ അന്ന് പറഞ്ഞേ. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ എത്ര തവണ ആലോചിച്ചാന്നറിയോ? ഒറ്റ കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. എന്റെ സോൾമേറ്റിനെ കാണുമ്പോ എന്റെ ഹാർട്ട് ബീറ്റ് അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഹൈ ലെവലിലായിരിക്കും. അതുപോലെ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ നീ സിയാനുമായിട്ട് സെറ്റ് ആയിരുന്നപ്പോ നിനക്ക് ഈ പറഞ്ഞ ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നോടാ? ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് ഞാനിങ്ങനെ നിക്കോടി. പക്ഷെ അവൻ എനിക്ക് സോൾമേറ്റ് എന്നുള്ളൊരു ഇതിലൊന്നും തോന്നിയിട്ടില്ല. സോ അവൻ പോയതിൽ എനിക്ക് അത്ര സങ്കടം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പൊ കുറവാണ്. ഓ, ഇതെല്ലാം കൂടെ കേട്ടിട്ട് തല. സോളു, നീ ഇവിടെ ഇരിക്കാണോ? ഞാൻ വേറെ എവിടെയൊക്കെ നോക്കി, ക്ലാസ്സിലും കണ്ടില്ലല്ലോ. എന്റെ പൊന്നോട് ആർക്ക്. ദിയ, ഞാൻ പോവാ. നീ അവനോട് ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. ഞാൻ കുറച്ച് ബിസിയാന്ന് പറഞ്ഞേക്കിട്ടാ. ഹേയ് സോളു. ദിയ, അവനെങ്ങോട്ടാ ഓടിയത്? എടാ ജസ്റ്റിനെ, നീ കുറച്ചു നേരം ഇവിടെ ഇരി. അവൻ കുറച്ച് ബിസിയാണ്, ഇപ്പൊ വരും. എനിക്ക് അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല. ഞാൻ പോയി എന്റെ സോൾമേറ്റിനെ ഒന്ന് കണ്ടിട്ട് വരാം. നീ വേണല്ലേ ഇവിടെ ഇരുന്നു? അതെ സോൾമേറ്റ്, ഒന്ന് നിക്ക്, ഞാനൊന്ന് പറയട്ടെ. ഓ, ഇവൻ എന്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും. ഇവനെന്തിനാ എന്റെ പുറകെ ഓടുന്നേ? ഇവന് വേറെ വഴിക്ക് ഓടിക്കൂടെ? ഡാ ആരു, അവനെന്തിനാ നിന്നെ ഓടിച്ചേ? കാർത്തി, അയ്യോ സോറി സീനിയർ. അത് നോക്കണ്ട, ഇതൊക്കെ എനിക്ക് ഇവിടെ സ്ഥിരമാണ്. ഞാനിവിടെ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നേ. നൈസ് ടു മീറ്റ് യു മാൻ. പിന്നെ അവളെവിടെ? അവൾ എവിടെയോ ആണ്. ഓടുന്നതിന്റെ ഇടയ്ക്ക് കറക്റ്റ് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. എനിവേ, എന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് ഉണ്ട് കേട്ടാ. ചേട്ടാ പ്ലീസ് ഇവിടെ നനങ്ങല്ലേ, അവനൊന്ന് പൊക്കോട്ടെ.
ആ സോൾമേറ്റ് ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ വന്നോ? അതെ, നമുക്കിനി പിന്നെ കാണാട്ടോ. ആ പറഞ്ഞ താങ്ക്സ് ഞങ്ങൾ തിരിച്ചെടുത്തിരിക്കുന്നു. ഓക്കെ, ബൈ. മടുത്ത്. ഇനി കുറച്ചു നേരം ഇവിടെ വല്ലതൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാ. ഈ ജസ്റ്റിന് എന്നോട് വല്ല ദേഷ്യമുണ്ടോ? അവന്റെ ആ സോൾമേറ്റ് വിളി കേൾക്കുമ്പോഴേ എന്റെ കയ്യിൽ നിന്ന് പോന്ന്. ദൈവമേ, ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരല്ലേ. നീ ഇവിടെ ഇതെന്തെടുക്കുക? പെട്ടെന്ന് അവന്റെ പിറകിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. ജസ്റ്റിനാണെന്ന് തെറ്റിദ്ധരിച്ച് അവൻ ആ ശബ്ദത്തോട് പ്രതികരിച്ചു. എടാ ജസ്റ്റിന്, നീ എനിക്ക് കുറച്ച് സമാധാനം എന്താ? ജസ്റ്റിനോ? അതാരാ? അവന്റെ വാക്കുകൾ ഇടറി. അത് പിന്നെ, സോറി സീനിയർ, ഞാൻ വേറൊരാളാണെന്ന് വിചാരിച്ച അങ്ങനെ. ഇവിടേക്ക് ഫസ്റ്റ് ഇയേഴ്സിലൊന്നും വരാൻ പാടില്ലേ? ഓ ഇല്ല, ഇത് സീനിയേഴ്സിന്റെ സ്ഥലമാണ്. നീ ഇവിടെ നിൽക്കണ്ട, ചെല്ല്. വേറെ ആരെങ്കിലൊക്കെ വന്നാൽ അതിന് അടുത്ത സീനാവും. പോക്കോ. ആരവിന് അവനിൽ നിന്ന് കണ്ണെടുക്കാനേ കഴിഞ്ഞില്ല. ഒരു സീനിയർ, അതിനപ്പുറം അവൻ അയാളെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഒരപ്രതീക്ഷിത നിമിഷത്തിൽ അവന്റെ നെഞ്ചിൽ കൈവച്ചപ്പോൾ ആരവിന് അനുഭവപ്പെട്ട ഹൃദയമിടിപ്പ് അതവൻ നേരത്തെ പറഞ്ഞതുപോലെ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ഹൈ ലെവലിലായിരുന്നു. അവനൊന്നും മനസ്സിലായിരുന്നില്ല. പക്ഷേ പ്രയാസത്തോടെ അവൻ അയാളിൽ നിന്ന് തിരിഞ്ഞു നടന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ ടൈമില്ലേ നിങ്ങളുടെ ക്ലാസ്? അതേതായാലും ചേട്ടൻ വെച്ചോ. നമുക്ക് ഈവനിങ് എങ്ങാനും ടൈം പ്ലാൻ ചെയ്യാം. ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. ആ ഓക്കെ, ബൈ. അയാളിപ്പോ ആരാ എന്താന്ന് എങ്ങനെ അറിയാ? കാർത്തിയുടെ കൂടെയുള്ള നേരത്തെ കണ്ടേ. ഇനിയിപ്പോ അവന്റെ ഫ്രണ്ട് വല്ലതും ആയിരിക്കോ? ആഹാ, ഇവൻ ഇപ്പോഴും ആലോചനയിലാണോ? ആരു നിന്റെ ഫോൺ എവിടെ കൊണ്ട് കളഞ്ഞേ? ഫോണാ? ഫോൺ തപ്പണ്ട, അത് നിന്റെ കയ്യിൽ കാണൂല. അതാ കാർത്തികേട്ടന്റെ കയ്യിലുണ്ട്. പുള്ളിയാ ഇപ്പൊ വിളിച്ചേ. ഈവനിങ് ഒരു ടൈം പറ, നമുക്ക് ഫോൺ പോയി വാങ്ങിക്കാം. ഫോൺ ഇല്ലാണ്ട് പറ്റില്ലല്ലോ. അതെങ്ങനെ അവിടെ എത്തി? ഓ, ഇനി ചിലപ്പോ ഞാൻ ഓടിയപ്പോ എങ്ങാനും അവിടെ വീണതായിരിക്കും. ഏതായാലും അറിയാവുന്ന ആൾക്കാരെ കയ്യിൽ തന്നെ കിട്ടിയല്ലോ, ഭാഗ്യം. ആരും അങ്ങോട്ട് നോക്കിക്കേ, നിന്റെ സോൾമേറ്റ്. ഇപ്പൊ നിനക്ക് ഓടാൻ പറ്റില്ലടാ. സോളു ഹോസ്റ്റലിൽ പോന്നില്ലേ? ആ, അത് പറഞ്ഞപ്പോഴാ. പോവാ, ടൈം തീരെയില്ല. വാടി. എന്നാ പിന്നെ നിങ്ങൾ നടന്നോ, ഞാൻ പോയി എന്റെ പെട്ടിയും ബാഗൊക്കെ എടുത്ത് മെല്ലെ വരാം. എന്തിന്? അല്ല, എങ്ങോട്ട്? എന്റെ സോളുവിന്റെ ഹോസ്റ്റലിലേക്ക്. ഞാൻ അങ്ങോട്ട് മാറി. ഏ വാവ്, വണ്ടർഫുൾ.